ഒരു അഘോരി സന്യാസിയായ 19 വയസ്സിൽ ആത്മീയമായ വിളി കിട്ടുകയും അങ്ങനെ കാശിയിലേക്ക് പോയി അഘോരി സന്യാസിയാവുകയും ചെയ്ത ശ്രീ ഭവദാസ് 26 വർഷമായി ഇന്ത്യൻ റെയിൽവേയിൽ കൊങ്കൺ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി ജോലി ചെയ്യുന്ന ശ്രീ സിയാഫ് അബ്ദുൽ ഖാദർ. മൂന്നാമതൊരാൾ എത്തിയിട്ടില്ല. അദ്ദേഹം 15 വയസ്സിൽ സ്വന്തം സുഹൃത്തിൻ്റെ മൃതദേഹം എടുത്തുകൊണ്ട് മൃതദേഹങ്ങൾ എടുക്കുന്ന ജോലി നിയോഗമായി സ്വയം സ്വീകരിക്കുകയും അതിന് സമൂഹം അദ്ദേഹത്തെ ശവംവാരി എന്ന് വിളിച്ച് അപഹസിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം മരണക്കൂട്ട് അത് എഴുതിയ ഇത് ഞാനാണ്. അപ്പോൾ അങ്ങനെ 3 പേരെ വെച്ചിട്ടാണ് ഈ സെഷൻ പ്ലാൻ ചെയ്തത്. ഏറ്റവും ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫിക്ഷനാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവാത്ത വിധം അസാധാരണമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഈ 3 പേരും കടന്നു പോയിട്ടുള്ളത്. ആദ്യം സിയാഫിനോടാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഒരു റീല് കാണുകയുണ്ടായി. നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഉത്തർപ്രദേശിൽ ഒരു തീവണ്ടി കടന്നു വരുന്നു. തീവണ്ടി അത്യാവശ്യം സ്പീഡിൽ വരുന്നൊരു തീവണ്ടിയാണ്. ട്രാക്കിൽ ഒരു യുവാവ് ചെറുപ്പക്കാരൻ ഫോൺ ചെയ്ത് ഇരിക്കുകയാണ്. വളരെ അലക്ഷ്യമായിട്ട് ഫോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്കോ പൈലറ്റ് ശക്തിയിൽ ഹോൺ അടിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഇയാൾക്കൊരു കൂസലുമില്ല, മാറുന്നില്ല. വളരെ അടുത്തെത്തി, അപ്പോഴും ഇതേപോലെ തന്നെ ആണ് അവസ്ഥ. പുള്ളി അവിടെ തന്നെ ഇരിക്കുകയാണ്, വളരെ അലക്ഷ്യമായിട്ട് ഇരിക്കുകയാണ്. ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ലോക്കോ പൈലറ്റ് അവിടെ എമർജൻസി ബ്രേക്ക് ഇട്ട് നിർത്തുകയും ഇറങ്ങി അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലിടുകയും അത് ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തു. പക്ഷേ വൈറലായപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കല്ല് വേസ്റ്റ് ആക്കരുതായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിനെ പറ്റി പറഞ്ഞത്. സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം അതാണ്. ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ ആളുകൾ അതിന് അനുകൂലിക്കുകയും ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും അലക്ഷ്യമായിട്ടിരുന്ന ആളുടെ ദേഹത്തുകൂടെ ട്രെയിൻ കയറ്റിക്കൊണ്ട് പോകണം എന്ന് തന്നെ പറയും. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കമൻറ്റിൻ്റെ സ്വഭാവം മാറി. ഒരാൾ പറഞ്ഞു, അങ്ങനെ ലോക്കോ പൈലറ്റ് ചെയ്തത് ശരിയായില്ല, ഇത്രയും ആളുകളുള്ളപ്പോൾ അത് നിർത്താൻ പാടില്ലായിരുന്നു, ആളുകളുടെ സമയം മെനക്കെടുത്താൻ പാടില്ലായിരുന്നു എന്ന്. പൊതുവേ എന്ത് ചെയ്താലും ചീത്ത മാത്രം കിട്ടുന്ന ഒരു ജോലി പോലെയാണ്. നമ്മൾ വാർത്തകളിലോ മറ്റ് എവിടെയോ ഒരു ലോക്കോ പൈലറ്റിനെ പറ്റിയിട്ട് എവിടെയും നമ്മൾ പരാമർശിച്ച് പൊതുവേ കാണാറില്ല. അത്രയും സമൂഹത്തിൽ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളതും എന്നാൽ ആരും അറിയാത്തതുമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇത്തരം ചീത്ത മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശം അനുഭവങ്ങൾ മാത്രം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ലേറ്റായിട്ട് വന്നാൽ ലോക്കോ പൈലറ്റിന് ചീത്ത, ട്രെയിൻ സമയത്ത് വന്നാൽ ചീത്ത, ട്രെയിൻ ആളെ ഇടിച്ചാൽ ചീത്ത, ഇടിച്ചില്ലെങ്കിൽ ചീത്ത, പിന്നെ സിഗ്നലിൽ നിർത്തിയാൽ ചീത്ത, നിർത്തിയില്ലെങ്കിൽ ചീത്ത, സ്പീഡിൽ പോയാൽ ചീത്ത, ഇല്ലെങ്കിൽ ചീത്ത. അപ്പോൾ ഇങ്ങനെ ശരിക്കും ചീത്ത കേൾക്കാനുള്ളതാണോ നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. നിയാസ് ചീത്തയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഓൺലൈൻ ചാനൽ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അത് അവർ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു. അതുകൊണ്ട് എനിക്കും അതിനെക്കുറിച്ച് എന്നാണ് അപ്ലോഡ് ചെയ്തതെന്നൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പ് എൻ്റെ ക്ലാസ്മേറ്റുകളുടെ ഒരു ഗ്രൂപ്പിൽ ആ വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അത് കിട്ടിയ പാടെ ഫേസ്ബുക്കിൽ അങ്ങ് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ ആ വീഡിയോ പോയി നോക്കുന്നത്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു റീലാണ്, ഒരു കഷ്ടിച്ച് 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോ ആണ്. അതിൽ അവർ ചോദിച്ചിരിക്കുന്ന ലോക്കോ പൈലറ്റിൻ്റെ വരുമാനം എത്രയാണ്, ശമ്പളം എത്രയാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോടാണെങ്കിലും അവരുടെ ശമ്പളം ചോദിക്കുമ്പോൾ അത് കൃത്യമായി പറയാനൊക്കെ ഉള്ള പ്രയാസം ഉണ്ടാവുമല്ലോ. എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. എൻ്റെ അമ്മ എനിക്ക് കിട്ടിയ തെറിക്ക് കൈ കണക്കൂല, ലോഡ് കണക്ക് തെറിയാണ് ആ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാത്രമല്ല, അതിന് മുന്നേ മാതൃഭൂമി എഡിറ്ററായിട്ടുള്ള നിലീന എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ റീൽസ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിലും കിട്ടി ഒരു ലോഡ് തെറി. അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ
സ്പീഡ് 120 കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ്. ആരോട് ചോദിച്ചിട്ടാണ് 120 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ പൊട്ടനാണ്, അവന് ഒരു ഉണ്ടേ അറിയില്ല, അവന് ഓടിക്കാനും അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എന്നെ എടുത്തിട്ട് മേഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഞാൻ ഓടിക്കുന്ന ആളാണ് എന്ന് പോലും, മിനിമം ഓടിക്കുന്ന ഒരാളുടെ വാക്കുകൾ പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര അറിവ് അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നെ ഈ ഫിക്ഷനും ജീവിതവും തമ്മിലുള്ള ഒരു അതിർവരമ്പുകളുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഉത്തരം നിർത്താം. ഞാൻ ഒരു തീവണ്ടി യാത്രകൾ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. അതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ളതിലേക്ക് തീവണ്ടി ജീവിതം എന്ന് പറയുന്നൊരു പുസ്തകം കൂടി ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ ഒരു അനുഭവം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ രാത്രി സമയത്ത് ഒരു ഇത്തിരി കലാപം നടന്നിരുന്ന സമയത്ത് രാത്രി ഒരു 2 മണിയോടെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ വാതിലിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഒരാൾ മുട്ടി. അപ്പോൾ വടി കൊണ്ടോ ഇരുമ്പ് കമ്പി കൊണ്ടൊക്കെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ രാത്രി ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ അവരുറങ്ങാണ്. ആ സമയത്താണ് ഇത് നടക്കുന്നത്. എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ അത് സത്യമാണോ അല്ലേന്ന് അറിയാൻ പറ്റും. അപ്പോൾ അന്ന് ഇയാൾ വന്നിട്ട് ഈ അവിടുത്തെ റെയിലിലൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് റെയിലിൻ്റെ അടുത്ത് പോയിട്ട് ഇയാൾ കുഴിക്കുകയാണ്. കുഴിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കുഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഒരു അറിയാത്ത ഏതോ ഭാഷ, തെലുങ്കോ മറ്റോ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ പെങ്ങളുടെ കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെയാണ്, അയാൾ വന്ന് മുട്ടിയത് അയാളുടെ വീടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട് വന്ന് മുട്ടിയതെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ല. അത് ഞങ്ങളുടെ സ്റ്റേഷനിലുണ്ടായിരുന്നൊരു മാഷക്ക് തെലുങ്ക് അറിയാം. അയാൾ പിന്നീട് പറഞ്ഞു തന്നതാണ്. അത് കഴിഞ്ഞ ശേഷം അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ വണ്ടിക്ക് തല വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മഹത്യ കുറിപ്പ് ഇയാളുടെ ബോഡിയുടെ പരിസരത്തു നിന്ന് ഞങ്ങളുടെ ഒരു പോയിൻറ്റ്സ്മാന് കിട്ടി. ആ കുറിപ്പ് അയാൾ ഇത് മലയാളത്തിലായതുകൊണ്ട് എനിക്ക് വായിക്കാൻ തന്നു. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിൻ്റെ, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം മാത്രമാണ്. അതിൻ്റെ താഴെ എല്ലാം ശരിയായില്ലേ അച്ഛാന്നുള്ള ഒരു കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് വായനക്കാരായിട്ടുള്ള ഒരുപാട് പേര് വിളിച്ചിട്ട് ധാരാളം ഇതേപോലെ നിങ്ങൾ കള്ളത്തരമാണ് എഴുതിയത്, അത് എന്തുകൊണ്ടാണത്, അത്തരം ഇത് ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ കുറിപ്പ് കൊണ്ട് ഇയാളുടെ നാട്ടിൽ പോവുകയും ചെയ്തിരുന്നു. ഈ ആത്മഹത്യാ കുറിപ്പ് കൊണ്ട് ഞാൻ അയാളുടെ നാട്ടിൽ ഒരിക്കലും വേറൊരു പ്രകാശന ചടങ്ങിന് പങ്കെടുക്കാൻ പോയ സമയത്ത് ഇയാളുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അയാളുടെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അച്ഛൻ ഇറങ്ങി വന്നു. അയാളോട് പോയി, ഞങ്ങളിങ്ങനെ രാഹുൽ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, അപ്പോൾ അയാൾ രാഹുലിൻ്റെ വീടല്ലെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ രാഹുൽ എന്ന് പറയുന്ന ഒരാളില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ പക്ഷേ അയാൾ അവിടെയുള്ള ആൾ തന്നെയാണെന്ന് എനിക്ക് അറിയാം. എൻ്റെ കൂടെ വേറൊരു ആൾ കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് പരിചയമുള്ള വീട് തന്നെയാണ്, വ്യക്തിയാണ് ആ രാഹുൽ. അപ്പോൾ പക്ഷേ അച്ഛൻ അത് അംഗീകരിക്കാനേ തയ്യാറായില്ല. എന്ന് തന്നെയല്ല, ആ പെങ്ങള് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെങ്ങള് കോളേജിൽ പോയിരിക്കുകയായിരുന്നു. അതിപ്പോൾ അയാളുടെ ഒരു എന്തോ സൈക്കിക് വൈബ്രേഷൻ കൊണ്ട് സംഭവിച്ച ഒരു മനോവിഭ്രാന്തിയാണ്. ഏതായാലും അതുപോലെ ഇങ്ങനെ വിഭ്രാമകമായിട്ടുള്ള വളരെ വിശ്വസനീയമല്ലാത്ത അനുഭവങ്ങൾ ധാരാളം ഈ ജോലി നേരിടേണ്ടി വരാറുണ്ട്. അതാണ് ഇതിന് ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്. അതിന് ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ഒരാൾ എന്നതിലപ്പുറത്തേക്ക് ഒരു ലോക്കോ പൈലറ്റിന് എന്തൊക്കെ ജോലികളാണ് വേറെ ഉള്ളത്? പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു കഷ്ടപ്പാടുകൾ. എന്തൊക്കെ ജോലികളാണ് വേറെ ചെയ്യേണ്ടി വരിക ട്രെയിൻ ഓടിക്കുക എന്നതിലപ്പുറം? ട്രെയിൻ ഓടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അതിൽ ട്രാക്കിൽ നടന്ന് അത് ഇപ്പോൾ ട്രാക്കിലുണ്ടാവുന്ന അപകടങ്ങൾ വരുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഈ ഒരാൾ മരിച്ചു, നമ്മുടെ വണ്ടി കയറി മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിയമപ്രകാരം വണ്ടി അവിടെ നിർത്തണം. വണ്ടി നിർത്തിയിട്ട് ആ ബോഡി, അയാൾക്ക് ജീവനുണ്ടെങ്കിൽ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യണം. ജീവനുണ്ടോ ഇല്ലെന്ന് നമ്മളെങ്ങനെ അറിയാം? നമ്മൾ ഡോക്ടറല്ല. ഇപ്പോൾ ഡോക്ടർ സോണിയ ചെറിയാർ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മളാരും ഡോക്ടേഴ്സല്ല. ഒരാൾ മരിച്ചോ ഇല്ലെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു ഇത്
കിട്ടിയതാണ് എനിക്ക്. അവിടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ശേഷം മാസം വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ടണലുണ്ട്, ആ ടണലിൻ്റെ മുമ്പിൽ ഒരാൾ വീണ് കിടക്കുന്നുണ്ട്, അയാൾ ജീവനുണ്ടോ എന്നറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെങ്ങനെയാണ് അത് ഉറപ്പിക്കാൻ പറ്റുക? ഇല്ല, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അയാൾക്ക് ജീവനുണ്ടായിരുന്നു. അയാൾ ഞരങ്ങുകയും എന്തോ ഒച്ചയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അയാൾ വണ്ടിയിൽ തന്നെ കയറ്റിക്കൊണ്ടുപോയി അടുത്ത സ്റ്റേഷനിൽ ഇറക്കി അവരുടെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു. അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരാറുണ്ട്. പക്ഷേ വണ്ടി ഓടിക്കുന്നതിന് തന്നെ ഒരാൾക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ജോലി തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഒന്നാമത് ഇത് വളരെ കഠിനമായ ജോലിയാണ്, ധാരാളം ട്രോമ ഉണ്ടാക്കുന്ന ജോലിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത അത്ര ഭീകരമായ അനുഭവങ്ങളൊക്കെ പലപ്പോഴും നേരിടേണ്ടി വരും. പിന്നെ വളരെ പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഡിസിഷൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വലിയ ആക്സിഡൻറ്റുകളിലേക്കൊക്കെ അത് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തത് ഡ്യൂട്ടി അവേഴ്സിന് ഒരു അന്തവും കുന്തവും ഇല്ലാത്തത് ഒരു പ്രശ്നവും ഞങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്ന വിഷയമാണ്. കഴിഞ്ഞ സെഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? ഇദ്ദേഹം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വരികയും അത് വേറൊന്നുമില്ല, സോണിയ ചെറിയ ഉണ്ടായിരുന്നു അതിൽ. അത് ഇതേപോലെ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് ഗോവയിൽ നിന്ന് രാത്രി ഉറങ്ങാതെ വരികയാണ് ചെയ്തത്. അപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഒരു തലകറങ്ങുന്ന പോലെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അത്രയധികം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തതുകൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഇനി ഭാവദാസിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ലോക്കോ പൈലറ്റിൻ്റെ ജീവിതം നമുക്ക് അജ്ഞാതമായ ഒരു ജീവിതമാണ്. അതിനേക്കാൾ അജ്ഞാതമായ, അതിനേക്കാൾ നിഗൂഢമായ, അതിനേക്കാൾ ദുരൂഹമായ ഒരു സന്യാസി ജീവിതങ്ങൾ ഇന്ത്യയിലുണ്ട്. അഘോരി സന്യാസിമാരാണ്. അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഘോരി സാധുവിനെ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നതും ഇത്രയും അടുത്തിരുന്ന് മലയാളത്തിൽ മിണ്ടുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം 19-ാം വയസ്സിൽ കോളേജ് പഠിത്തവും പിന്നെ ഗുമസ്ത ജോലിയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് തികച്ചും ഔചാരിതമായിട്ട് അദ്ദേഹം ഒരു ഗുരുവിനെ കാണുകയും അവിടുന്ന് അങ്ങോട്ട് ഗുരു അദ്ദേഹത്തെയും ഗുരുപത്നിയും കൂടി അദ്ദേഹത്തെ കാശിയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം കഠിനമായ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അഘോരി സാധു ആവുകയും അദ്ദേഹം എഴുതിയ, എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഇങ്ങനെ അഘോരി സാധുവിൻ്റെ ഒരു ജീവിതം പുസ്തകമായി വന്നിട്ടുണ്ടെന്ന്, കാശികം എന്ന പുസ്തകം വരെയും അത് അത്യാവശ്യം നന്നായി വായിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ അഘോരി സാധുമാരുടെ ജീവിതം, അത് നിങ്ങൾക്ക് വാചികമായിട്ട് ഗുരുവിൻ്റെ ഗുരുമുഖത്തു നിന്ന് നേരിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും പിന്നെ അതുപോലെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും, ഒരു യഥാർത്ഥ അഘോരി സാധു ഞാനൊരു അഘോരിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വരും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും ഗുരുമുഖത്തു നിന്ന് നേരിട്ട് കിട്ടിയ അറിവുകൾ ഇത് ലോകത്തെ അറിയിക്കണമെന്നും ഇതൊരു പുസ്തകമാക്കണമെന്നും എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണത് ആ ഒരു പുസ്തകം ഉണ്ടാവുന്നത്? ഓം നമഃ ശിവായ. വാസ്തവത്തിൽ പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സഭയിൽ പങ്കെടുക്കുന്നത്, ആദ്യമായിട്ടാണ് ഇതുപോലൊരു മീഡിയയ്ക്ക് മുൻപിലിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഒരു പുസ്തകം എഴുതണം അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എഴുതിയ ഒരു ബുക്കല്ല കാശികം. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഓർമ്മകൾ തന്നെ എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കണം, നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതാണ് കാശികത്തിലെ പല ഭാഗങ്ങളും. അത് പിന്നീട് പല വിധേന ബുക്കായിട്ട് മാറിയതാണ്. എനിക്ക് തോന്നുന്ന ജീവിതത്തിലെ ചില യാദൃച്ഛികതകളോട് നമുക്കൊന്നും പെട്ടെന്ന് പൊരുത്തപ്പെടാനാവില്ല. ചില അത്ഭുതങ്ങൾക്ക് മുൻപിൽ എപ്പോഴും നമ്മൾ പകച്ചു പോകും. വാസ്തവത്തിൽ ഞാനൊരിക്കലും ഇതുപോലൊരു സാധു സന്യാസ പരമ്പരയിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ഇതുപോലൊരു കാപാലിക സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമെന്നോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, അതുപോലെ തന്നെ എനിക്കും എൻ്റെ പ്രായത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആശകളുണ്ടായിരുന്നു.
പക്ഷേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ഘട്ടങ്ങൾ, ചില പ്രയാസങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ. ഒരു ഗുരു അവതരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നല്ല. എൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛനാണ്. പിന്നീട് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് എനിക്ക് ഗുരുവായി വന്നത്. അത് ഞാൻ 17 വയസ്സുള്ള സമയത്തൊക്കെ അച്ചാച്ചൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അച്ചാച്ചൻ മന്ത്രങ്ങൾ ചൊല്ലിയാണ് പഠിക്കുക. ചൊല്ലിയാണ് നമുക്ക് തരിക. നമ്മളത് ചൊല്ലി വായ്ത്താരിയായിട്ട് കേട്ടാണ് നമ്മളത് പഠിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഗുരു ഇടയ്ക്കിടെ അച്ചാച്ചനെ കാണാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ അച്ചാച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാന്ത്രിക താന്ത്രിക സമ്പ്രദായത്തിൽ ഒരുപാട് പ്രാവീണ്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടാണ് ഞാൻ വളരുന്നത്. എപ്പോഴും ഒരുപാട് ആൾക്കാരെ അച്ചാച്ചനെ കാണാൻ വരുന്നു. മാന്ത്രികമായിട്ടും താന്ത്രികമായിട്ടുള്ള പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില മാനസിക രോഗങ്ങളുണ്ടാവാം, ബാധകളുണ്ടാവാം, പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അറിവ് തേടി വരുന്നു. നമുക്ക് എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടി വരികയല്ലാതെ മറ്റുള്ളവരെല്ലാവരും തന്നെ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വരുന്ന സമയത്ത് അറിവിന് വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എൻ്റെ ഗുരുവിനെ തോന്നിയത്. അദ്ദേഹം എപ്പോഴും അച്ചാച്ചനെ തേടി വരുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ കാണുന്ന സമയത്തൊക്കെ എന്നെ അടുത്തേക്ക് വിളിച്ച് കണ്ണാ സുഖമായിട്ടിരിക്കുന്നു, ഒരുപാട് വിശേഷങ്ങൾ തിരക്കാറുണ്ട്. ഒരു ദിവസം അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ പേര് കേശവൻ എന്നാണ്. അച്ചാച്ചൻ പറഞ്ഞു, കണ്ണാ നീ കേശവൻ്റെ ശിഷ്യനായിട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, ഇത്രയും അറിവ് കാര്യങ്ങളുള്ള അച്ചാച്ചൻ എന്തിനാണ് കേശവൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ശിഷ്യപ്പെടണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേശവൻ വളരെ പണ്ഡിതനാണ്, നീ കേശവൻ്റെ അടുത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. എൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത്, ഞങ്ങൾ അപ്പയെന്നാണ് വിളിക്കുക അച്ചാച്ചനെ, എൻ്റെ അപ്പയുടെ അടുത്ത് വരുന്നൊരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനു പോയി പഠിക്കണം? അത് ഒരു സാധാരണ വിഷയമല്ലേ. അന്ന് പക്ഷേ ഞാനത് വളരെ ലാഘവത്തോടു കൂടി വിട്ടു. കാരണം അദ്ദേഹം വരുമ്പോഴെല്ലാം ഒരു ചെറിയൊരു തോർത്ത് മുണ്ടും ഒരു എന്തെങ്കിലും ഒരു തോർത്ത് വസ്ത്രം അണവസ്ത്രം എടുത്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വരാറ്. വലിയ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഇല്ല. വന്നു പോകുന്നു എന്നല്ലാതെ അദ്ദേഹത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല വാസ്തവത്തിൽ. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഗ്രാൻഡ്പ മരിക്കുന്ന സമയത്ത്, അച്ചാച്ചൻ മരിച്ചു കഴിയുന്ന സമയത്ത്, പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു സമയത്താണ് ഗുരു വരുന്നത്. അന്നേരമാണ് ഗുരുനാഥൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്. ഞങ്ങൾ അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പാലക്കാട് വളവക്കോട് ഞാൻ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ളവർ വരികയും ആ ഒരു സമ്പ്രദായത്തിലേക്ക് വലിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം, അഘോരി സന്യാസിമാരെന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ അഘോരി ഒരു സന്യാസിയല്ല വാസ്തവത്തിൽ. അഘോരി സാധുക്കളാണ് ശരിക്കും. അഘോരി സന്യാസിമാരുണ്ട്, പക്ഷേ അഘോരി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരാണ്. ഇപ്പം നമ്മൾ സന്യാസം എന്ന് പറയുമ്പോൾ ദശനാമി സമ്പ്രദായത്തിൽപ്പെടുന്ന ശ്രീശങ്കരാചാര്യരാൽ അദ്വൈതവാദ സംബന്ധിയായിട്ട് ദശനാമി സിസ്റ്റത്തിൽപ്പെടുന്ന ഇപ്പം നമ്മൾ കാണുന്ന നാഗസന്യാസിമാർ, കുംഭമേളയ്ക്ക് വരുന്ന നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള സന്യാസിമാർ, നമ്മളുടെ ഇവിടെ കാണുന്ന എല്ലാ സന്യാസിമാരും തന്നെ ഓരോ സമ്പ്രദായ പ്രകാരം അവരെല്ലാം സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസിമാരാണ്. പക്ഷേ അഘോരി എന്ന് പറയുന്നത് പുരാതനമായൊരു ശൈവ ഗോത്ര സംസ്കൃതി, അതായത് കാപാലികം എന്ന് പറയുന്ന ഒരു ശൈവ ഉപാസനയുടെ ഭാഗമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തന്ത്രമാണ്, അതൊരു താന്ത്രിക് ടെക്സ്റ്റാണ് അത് ശരിക്കും. അപ്പം താന്ത്രികൻ ഒരിക്കലും ഒരു സന്യാസിയായിട്ട് അവിടെ മാറുന്നില്ല. അപൂർവം ചിലർ അഘോര ദീക്ഷ സ്വീകരിച്ച് കാപാലിക സമ്പ്രദായത്തെ ദീക്ഷിച്ച് അതിനുശേഷം ഒരുപക്ഷെ സന്യാസിയായിട്ട് മാറിയേക്കാം എന്നല്ലാതെ ഒരു കാരണവശാലും ഒരു അഘോരി സന്യാസി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കുംഭമേളയ്ക്കെല്ലാം നിരവധി ആൾക്കാർ കേൾക്കുന്നൊരു കാര്യമാണ് സന്യാസിമാർ, അഘോരി സന്യാസിമാർ, അഘോരി സന്യാസിമാരെന്ന്. ശരിക്കും അഘോരി സന്യാസി എന്ന് പറയുന്ന ഒരു പദം ഇല്ല എന്ന് തന്നെ പറയാം. കാപാലിക സാധുക്കൾ എന്ന് പറയുന്നവരിൽ നിന്ന് ഒരരിപ്പ പോലെ അരിച്ചിറങ്ങി നഷ്ടപ്പെട്ടു പോയൊരു ശൈവഗോത്രമാണ്.
ആ ശൈവഗോത്രത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു വിഭാഗം മാത്രമാണ് ഇന്ന് അഘോരി എന്ന് പറയുന്നത്. അവർ ഉപയോഗിക്കുന്നത് അവർ താന്ത്രിക് ടെക്സ്റ്റുകളാണ്. ശങ്കരൻ്റെ അദ്വൈതമല്ല അവിടെ പ്രമാണമായിട്ട് എടുക്കുന്നത്. ശങ്കരൻ്റെ അദ്വൈത സിദ്ധാന്ത പ്രകാരമുള്ള പ്രമാണമല്ല അഘോരിയുടെ പ്രമാണം. അഘോരിക്ക് പശുപതിയാണ്. ശിവൻ എന്ന് പറയുന്നത് അട്ടർ ലെവലാണ്. ശിവനിലേക്ക് എത്തിച്ചേരാനേ ആവുള്ളൂ, ശിവനായിട്ട് തീരാൻ കഴിയില്ല. അങ്ങനെ ഒരു തത്വം വളരെയധികം വ്യത്യാസമുണ്ട് അതിൽ. പക്ഷേ ഈ അഘോരി എന്നുള്ള പേര് പാശ്ചാത്യരെ കൊണ്ടോ അല്ലെങ്കിൽ നാട്ടിലുണ്ടായ ആ ഒരു വാക്കിനോടുള്ള താല്പര്യം കൊണ്ടോ എല്ലാവരും അഘോരികളായിട്ട് മാറി. പക്ഷേ ഏറ്റവും അധികം തെറ്റിദ്ധാരണകളുള്ള ഒരു പേര് കൂടിയാണ് ഇപ്പോൾ സന്യാസി വർഗം എന്ന് ഞാൻ പറഞ്ഞ പോലെ അഘോരി സാധുമാരെ പറ്റിയിട്ട് നമുക്കറിയാവുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുംഭമേളയ്ക്കൊക്കെ കാണുന്ന തികച്ചും പ്രാകൃതമായ ആധുനിക മനുഷ്യന് ശരിക്കും ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള യുക്തിരഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം ചില കാട്ടിക്കൂട്ടലുകൾ കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്, മീഡിയ പുറത്ത് കൊണ്ടുവരുന്നത്. ശരിക്കും അവരൊക്കെ ആരാണ്? അല്ലെങ്കിൽ യഥാർത്ഥ അഘോരികൾ എവിടെയാണ്? ശരിക്കും പുറംലോകത്തിന് മുമ്പിൽ വരുമോ ഇവർ? ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിനോടുള്ള ഒരു അപ്രമാദിത്വം കൊണ്ടിട്ട് എല്ലാവരും അഘോരിയാവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു അഘോരി ആയിത്തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രാരാബ്ധങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരാൾക്ക് സജസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, ഒരിക്കലും ആ വഴിയിലേക്ക് പോകരുതേ എന്നാണ്. കാരണം അത്തരം വഴികളിലേക്ക് സഞ്ചരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പലതും നഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും, പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. എനിക്കും എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നില്ലാത്തത് കൊണ്ടാണ്, മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാനും ആ വഴിയിലേക്ക് സഞ്ചരിക്കപ്പെട്ടത്. ഇപ്പോൾ അങ്ങ് തിരിച്ചു വന്നോ? ആ പരമ്പരയിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. ആ സമ്പ്രദായത്തിൽ നിന്ന് എനിക്കൊരിക്കലും തിരിച്ചു വരാനായിട്ട് കഴിയില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതേ സമ്പ്രദായത്തിൽ കൂടുതലായിട്ട് ഇറങ്ങിപ്പോകുന്നു. അത് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഗുരുവിന് തോന്നിയത് കൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഹിമാലയ യാത്ര കഴിഞ്ഞിട്ട് നീ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. തിരിച്ചു പോയി ക്ഷേത്രകാര്യങ്ങൾ നോക്കുക, അത് മതി. കാരണം ആവശ്യത്തിൽ കൂടുതൽ അഘോരികൾ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു. അതൊരു വാസ്തവികതയാണ്. ആവശ്യത്തിൽ കൂടുതൽ അഘോരികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇനി ഒരാൾ വേണ്ട. ഇനി നീയായിട്ട് ഇനി പരമ്പരകൾ സൃഷ്ടിച്ച് ഇനി ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാപാലികം എന്താണെന്ന് പോലും ഇപ്പം നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വേർഡാണ് സാധാരണ. അതിലൊരു ക്ലാരിഫിക്കേഷൻ പുസ്തകത്തിൽ തന്നെയാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു അജ്ഞാനിയാണ് ഈ വക കാര്യങ്ങളിൽ. അപ്പം എനിക്കത് മനസ്സിലാവും. കാപാലികൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, അഘോരി എന്ന് ഉപയോഗിക്കുന്നുണ്ട്, നാഗ സന്യാസി ഉപയോഗിക്കുന്നുണ്ട്, അല്ലാത്ത സന്യാസിമാർ. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. നാഗസന്യാസിമാരെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ശങ്കരാചാര്യ പരമ്പരയിൽ നിന്ന് ദശനാമി സമ്പ്രദായത്തിൽ സന്യാസ ദീക്ഷ കിട്ടിയിട്ടുള്ള ആചാര്യന്മാരെയാണ്, സന്യാസിമാരെയാണ് നാഗസാധുക്കളെന്ന് പറയുന്നത്. അഘോരികൾ എന്ന് പറയുന്നത് പുരാതനമായ ശൈവഗോത്രം, ഇപ്പോൾ കാശ്മീര ശൈവതന്ത്രം, അതിൻ്റെ തന്നെ അതിമാർഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത്തരം വിഭാഗത്തിൽ വരുന്നവരാണ് ഈ കാപാലികന്മാർ, കാലമുഖന്മാർ എന്നൊക്കെ പറയുന്നത്. ഈ കാപാലികന്മാരെന്ന് പറയുന്ന ആ വാക്ക് തന്നെ അതിൽ നിന്ന് നീ ഏത് കാപാലികനാടാന്ന് ചോദിക്കുന്ന നാട്ടുവർത്താനം തന്നെ വന്നതിൻ്റെ കാരണം അതാണ്. കാരണം അത്രയും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും സാധനകളിലേക്ക് അവർ ഇറങ്ങിപ്പോകും. നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങളിലേക്ക് വരെ അവർ അവരുടെ ലക്ഷ്യത്തിനായിട്ട് പോകും. അതുകൊണ്ടാണ് കാപാലികർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗോത്രം പതുക്കെ പതുക്കെ അത് നശിക്കപ്പെട്ടു പോയി. അതിൽ നിന്നും തുച്ഛമായിട്ട് ബാക്കി വന്ന കുറച്ച് പേരാണ് അഘോരികളായിട്ട് പിന്നീട് നാം കാണുന്നത്. പിന്നീട് ആ അഘോരികളിപ്പോൾ നാഗസന്യാസിമാർ വരെ അഘോരികളെന്നറിയപ്പെടാൻ തുടങ്ങി. അഘോരി എന്ന് പറയുന്ന വാക്ക് ശരിക്കും കാപാലിക മതത്തിൻ്റെ ഒരു വാക്കാണ്. അതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ്, കാരൂപികം തുടങ്ങിയിട്ടുള്ള ചില അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്, അതിൻ്റെ താന്ത്രിക പദ്ധതികളുണ്ട്. അതൊക്കെ തന്നെ സന്യാസമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത പദ്ധതികളാണ്. നിയാസ് ആണ് വിനുവിന് പകരം നിങ്ങൾക്ക് മുന്നിൽ വിനുവിനോട് ചോദിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ ചോദിക്കപ്പെടുക. അതിന് ഉത്തരം പറയേണ്ടത് നിയാസാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നിയാസിലൂടെയാണ് വിനുവിനെ കേരളം അറിഞ്ഞത്. അതുകൊണ്ട് വിനു എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയില്ല എന്നുകൂടെ ആദ്യം തുടങ്ങാം. വിനുവിനെ പറ്റിയിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിനു
കർമ്മ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്ന ഒരാളാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ലൗകിക ജീവിതം, ഭൗതിക ജീവിതത്തിൽ ഒന്നും തന്നെ ആവശ്യമില്ലാത്ത, പണമായിട്ടോ വീടായിട്ടോ അല്ലെങ്കിൽ പ്രശസ്തിയായിട്ടോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാൾ അനാഥ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അപമൃത്യുവിന് ഇരയായ മൃതദേഹങ്ങൾ എടുക്കുകയും അത് സ്വന്തം നിലയിൽ അടക്കം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് വിനു. അതിലൊന്നും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോലീസുകാരാണ് പുള്ളിയുടെ കാണപ്പെട്ട ദൈവം. അന്നം തരുന്നവൻ ദൈവമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എത്തിയത് പോലീസിൻ്റെ രൂപത്തിലാണ് എന്നാണ് വിനു പറയുക. അപ്പോൾ അത്തരം ഒരു സെൽഫ്ലെസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വിനു. ഈ സെഷനിൽ ഇത്തരം ആൾക്കൂട്ടങ്ങളെയും വെളിച്ചങ്ങളെയും ഒന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ വരാം എന്ന് പറഞ്ഞിരുന്നു ഈ സെഷനിൽ. പക്ഷേ വിനുവിൻ്റെ വീട്ടിൽ 2 മൃതദേഹങ്ങൾ ഇരിപ്പുണ്ട് ഇന്നലെ രാത്രി മുതൽ. അത് ഒന്ന് ഒരു പുഴയിൽ കിടന്ന് മരിച്ച ഒരാളുടെ ബോഡി പുള്ളി കഴിഞ്ഞ ദിവസം എടുക്കുകയും അത് സംസ്കരിക്കാൻ അതിന് ആളുള്ളതായിരുന്നു, അനാഥനല്ല. ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തറവാട്ടിലുള്ള ആലുവയിലുള്ള ഒരു വീട്ടിലെ ഒരാളുടെ ബോഡിയായിരുന്നു. അത് വീട്ടുകാർ അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. അത് വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയും. അത് വിനുവിൻ്റെ വീട്ടിലുള്ള മൊബൈൽ ഫ്രീസറിൽ വെക്കുകയും അത് നാളെ അതായത് ഇന്ന് ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് നേരിട്ട് കൊണ്ടുവന്നാൽ മതി, അവിടെ അടക്കം ചെയ്തോളാം, ഞങ്ങൾക്ക് വീട്ടിലൊന്നും വെക്കണ്ട എന്ന് പറയുകയും ചെയ്ത അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മൃതദേഹം ഇന്നലെ രാത്രി മുതൽ വീട്ടിലിരിപ്പുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ വേറെ ഒരു 24 മണിക്കൂറും കർമ്മനിരതനാണ്. എൻ്റെ മൊബൈൽ ഫോൺ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് സ്വയം വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊക്കെ ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ അദ്ദേഹത്തിന് ലീവ് എന്നൊരു സംഗതി ഇല്ല. എപ്പോൾ വിളി വന്നാലും, പോലീസിൻ്റെ വിളി വന്നാലും ഞാൻ അതിന് പോകണം എന്നുള്ള വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിനു വരാത്തത്. വിനുവിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഒരു നേട്ടമായി ഞാൻ കാണുന്നു. ഞാൻ അടുത്ത ചോദ്യം, വിനു എങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് വന്നത്? വിനു ഈ പ്രൊഫഷൻ ഏറ്റെടുത്തുകൊണ്ട് വിനുവിനോട് സാമൂഹികമായിട്ടുള്ള അവരുടെ അതെ അത് ശവംവാരി എന്ന് പറയുന്ന പേര്, വിനുവിൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പേര് പോലും ശവംവാരി എന്നാണ്. ശവംവാരി എന്നുള്ളത് അദ്ദേഹത്തെ നാട്ടുകാർ അല്ലെങ്കിൽ സമൂഹം കളിയാക്കി വിളിക്കുന്ന പേരാണ്. വിനുവിന് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. വിനുവിൻ്റെ നാട്ടിലാണെങ്കിൽ തലയ്ക്ക് തട്ടി ഓടിക്കുമായിരുന്നു വിനു എവിടെ ഇരുന്നാലും. അങ്ങനെ അത്രയും ക്രൂരമായിട്ടുള്ള ഒരു അപമാനങ്ങളും അനുഭവങ്ങളും സഹിച്ച് വരികയും, എന്നാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് വിനുവിൻ്റെ അടുത്ത് നിന്ന്. 101% പുള്ളി സംതൃപ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹാപ്പിയാണ് സാറേ. എന്നോട് പുസ്തകം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോഴത്തേക്കും ചോദിച്ചു, സാറ് പുസ്തകം എഴുതിയിട്ട് സാറിന് സന്തോഷമുണ്ടോ? ഞാൻ പറഞ്ഞു സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു അതിനുണ്ടാവും സന്തോഷം. അപ്പോൾ ചെറിയതായിട്ടൊരു കുളിരൊക്കെ തോന്നുമോ? ആളുകളൊക്കെ വിളിച്ച് നല്ല വാക്കൊക്കെ തോന്നുന്നു. ഞാൻ പറഞ്ഞാൽ തോന്നും, എനിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്നുള്ള മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ ഉണ്ടാവും. ഇതാണ് സാർ എനിക്ക് മൃതദേഹം എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അത്രയ്ക്കും ഉള്ളി തട്ടി ഓരോ ജോലി ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അടുത്തത് നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് സെഷൻ മുന്നോട്ട് പോകണമല്ലോ. സിയാഫിനെ സംബന്ധിച്ച്, സിയാഫ് ഒരു 2 വീലർ പോലും ഓടിക്കാൻ അറിയാത്ത, അല്പം സ്വല്പം കിറുക്കുണ്ടെന്ന് സ്വയം വിശ്വസിക്കുകയും ബാക്കിയുള്ളവർ അങ്ങനെ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല, പുസ്തകത്തിൽ പുള്ളി തന്നെ എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ കുറച്ച് അപകർഷതാ ബോധമുണ്ടെന്നും പുള്ളി പറയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു അവിചാരിതമായിട്ട് റെയിൽവേയിൽ തീവണ്ടി ഓടിക്കുന്ന ഒരു ജോലിയിലെത്തുകയും പിന്നീട് പുള്ളി ഒരു കഥാകൃത്തും പുള്ളി സ്വന്തം ജീവിതം എഴുതുന്ന അനുഭവം എഴുതുന്ന ആളുമായി മാറുകയും പുള്ളിയുടെ പുസ്തകങ്ങൾ നന്നായിട്ട് വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഇതിലേക്ക് എത്തിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങയുടെ ജീവിതത്തിൽ ഈ തീവണ്ടി ജീവിതം ഒരു സിയാഫ് എന്ന എഴുത്തുകാരനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുത്തിയത്? തീവണ്ടി തന്നെയാണ് എൻ്റെ എഴുത്തുമേശ. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഗൾഫിൽ നിന്ന് കാണാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ, ഞാൻ വാടക താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് അയാളിങ്ങനെ 4 പാടും പരതാണ്, എവിടെ നിന്നാണ് നിങ്ങൾ എഴുതുന്നത്, എനിക്കൊന്ന് കാണാൻ കൊതിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ എഴുത്തുമേശ കാണണമെങ്കിൽ നിങ്ങൾ തീവണ്ടിയിൽ വരണം. കാരണം ഞാൻ ഈ തീവണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് എഴുത്തുകളും ചെയ്യുന്നത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിടുമ്പോൾ, ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിടുമ്പോഴോ അല്ലെങ്കിൽ കുറേ അധികം നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളപ്പോഴോ ഒക്കെ ആയിട്ട്
ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തീവണ്ടി തന്നെയാണ് എൻ്റെ എഴുത്തുമേശ. അപ്പോൾ ഒരുപക്ഷേ റെയിൽവേയിൽ എത്തിപ്പെട്ടിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമായിരുന്നില്ല. കാരണം എഴുത്ത് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമൊക്കെ ആയിരുന്നു, സത്യമാണ്. പക്ഷേ ഒരു പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞതോടെ അത് ഒക്കെ പൊലിഞ്ഞു പോയി. കാരണം അത്ര ഭംഗിയുള്ള അല്ലെങ്കിൽ അത്ര മികച്ച ഇതൊന്നും ആയിരുന്നില്ല ഞാൻ കൊണ്ടിരുന്നത്. അത് പല ആഴ്ചപ്പതികൾക്കും അയച്ചു കൊടുത്തെങ്കിലും അവരാരും അത് പ്രസിദ്ധീകരിക്കുകയൊന്നും ചെയ്തില്ല. അതോടെ ഞാൻ ആകെ മടുത്തു. പക്ഷേ അതിനുശേഷം റെയിൽവേയിൽ ജോലി കിട്ടിയ ശേഷമാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. എഴുത്തിലേക്ക് വരുന്നതിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഞാൻ ഈ വായന എന്ന് പറയുന്ന ഒരു ഹോബി ഉപേക്ഷിക്കപ്പെട്ടു. കാരണം എനിക്ക് ഈ ജോലി സംബന്ധമായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയതോടെ എനിക്ക് മലയാള പുസ്തകങ്ങളൊന്നും കിട്ടാതായി. ലൈബ്രറികളൊന്നും പരിസരത്തില്ല. പിന്നെ ഞങ്ങളുടെ ജോലിയുടെ ഷെഡ്യൂളൊക്കെ ഒരു അന്തവും ഇല്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ലൈബ്രറിയിലൊന്നും പോയി പുസ്തകങ്ങൾ വാങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു അക്കാലത്തല്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെ എഴുത്തുകാരനായിട്ടുള്ള നിർമ്മൽ കുമാർ എന്ന് പറയുന്ന KP നിർമ്മൽ കുമാർ എന്ന് പറയുന്ന അതിപ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഫ്രണ്ട് സർക്കിളിൽ എത്തിപ്പെടുകയും അവിടെ അവർ ഓരോ തമാശ കഥകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ഒരു ഞാനൂളിനെ പോലെ തമാശ കഥകളൊക്കെ എഴുതി. അതിൽ ഒരു എഴുത്തുകാരൻ എന്നോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങളുടെ റെയിൽവേ ജീവിതത്തെപ്പറ്റി കഥ എഴുതാൻ. ആ ദിവസം ഞാനാകെ അന്തം വിട്ടുപോയി. കാരണം റെയിൽവേ ജീവിതത്തെപ്പറ്റി എന്തെഴുതാനാണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ഡ്യൂട്ടിക്ക് വിളിക്കുന്നു, പോകുന്ന സമയത്ത് വഴിയിലാകെ മരങ്ങളും പുഴകളും ഒക്കെ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ കുറേ കാഴ്ചകളെങ്കിലും ഉണ്ടാവും. റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്ത് എന്ത് കാഴ്ചകളാണ് ഉണ്ടാവുക? പിന്നെ ഉള്ള കാഴ്ചകളെന്ന് പറയുന്നത് വളരെ ട്രാജിക്കായിട്ടുള്ള കാഴ്ചകളാണ്. അത് എന്ന് പറയുന്നത് വായിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരതിനെ സ്വീകരിക്കാമെന്ന് എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം മരണവും ചോര തെറിക്കുന്ന അനുഭവങ്ങളും ആർക്കും അത്ര സന്തോഷകരമൊന്നുമല്ലല്ലോ. ഏതായാലും ഈ വാക്ക് കേട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ അന്ന് ഡയറി എഴുതുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറി നോക്കിയപ്പോൾ ഞാൻ പോയി ഒരു മയിലിനെ ഇടിച്ച സംഭവം എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിരുന്നു. ആ കുറിപ്പ് ഞാൻ അതേപടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടി. അന്നൊക്കെ ലൈക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ പൈസ കിട്ടുന്നതിനേക്കാളും സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈക്ക് കിട്ടിയപ്പോൾ സന്തോഷമായി. അത് ഞാൻ കലാകൗമുദിക്ക് അയച്ചു കൊടുത്തു. ഒരു കള്ളപ്പേരിലാണ് അതിൽ പ്രസിദ്ധീകരിച്ച് വന്നത്. അപ്പോൾ കുറേ അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് മാറിയത്. അപ്പോൾ തീവണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എഴുത്തിന് സഹായകമായ കാര്യം. ഈ തീവണ്ടി ഞാൻ 20 വർഷമായിട്ട് സ്ഥിരം ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളാണ്. തീവണ്ടി എൻ്റെ രണ്ടാം വീട് കൂടിയാണ്. ഈ തീവണ്ടി പലപ്പോഴും നിങ്ങളുടെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഓടിക്കുന്നതുകൊണ്ടാണ് ട്രെയിൻ ഒക്കെ കൃത്യസമയത്ത് എത്തുന്നതെന്നും, അല്ലെങ്കിൽ നമ്മൾ ആരും കാണില്ല, യാത്രക്കാർ നമ്മൾ ആരെങ്കിലും ഒരു ട്രെയിൻ ഡ്രൈവർ ചെയ്യുന്നത് എന്താണെന്നും അയാൾ അവിടെ ആരുടെ കൂടെയാണ് ഇരിക്കുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഒന്നും നമ്മൾ അറിയില്ല. നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വണ്ടിയിൽ ലോകത്തിലെ ഏറ്റവും അധികം യാത്രക്കാരുമായിട്ട് പോകുമ്പോഴും ഇവരാരുമായിട്ടൊരു ബന്ധമില്ലാതെ ഒറ്റയ്ക്കൊരു തുരുത്തിൽ നമ്മൾ കഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഗോളിയുടെ ഏകാന്തത എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഒറ്റയ്ക്കുള്ളൊരു സ്ഥലത്ത് കുറേ ശത്രുക്കളുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഉറക്കം, നേരത്തെ പറഞ്ഞു ഉറക്കം, ഇരുട്ട്, അല്ലെങ്കിൽ ഈ കുറേ ഭീകരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്ന കുറേ യന്ത്രങ്ങൾ, ഇവരുടെയൊക്കെ കൂടെ ഇരുന്നിട്ടാണ് നിങ്ങളുടെ ഇപ്പോൾ വിരസത ഉണ്ടാവും. അസിസ്റ്റൻറ്റ് ലോക്കപ്പ് 2 പേരുണ്ടാവില്ലേ ട്രെയിൻ ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങളുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും ബാക്കിയുള്ള അങ്ങനെ ഇപ്പോൾ മൊബൈൽ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ ബാക്കി എൻ്റർടൈൻമെൻ്റ് ഒന്നും പറ്റാത്ത ഒരു ഇതാണ്. നിങ്ങളുടെ ഇതിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ജീവിതം? വളരെയധികം ചലഞ്ചുകളുണ്ട്. അപ്പോൾ ഒരു വാട്സപ്പ് ഇൻ്റർവ്യൂവിൽ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങളെ ഏറ്റവും രസകരമായ ഒരു അനുഭവം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ രസകരമായ അനുഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും മോളും അടുത്ത് ഇരിപ്പുണ്ട് ഈ പറയുന്നത് കേട്ടിട്ട്. അവർ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ ഓടിച്ചു. ഇതാണോ നിങ്ങൾ പറഞ്ഞ രസകരമായ അനുഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും അത്ര സന്തോഷകരം, അതായത് ട്രാജഡിയിലുള്ള കോമഡി ആയിരുന്നു ഞാൻ പറഞ്ഞത്. അതാണ് കാര്യം. ഇപ്പോൾ ഒരാൾ മരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവി മരിക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കോമഡി കേട്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണത് ഇത് ചെയ്യാന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും അതുപോലെ ഞങ്ങളുടെ
ജോലി എന്ന് പറയുന്നത് ഏകാന്തത, ഒരു പരിധിവരെ ഏകാന്തത അതിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ 100% അലർട്ടായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നൽ നമ്മൾ പാസ്സായി പോകാം. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാനുള്ള ഒരു കാരണവശാലും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിച്ചാൽ ഏറ്റവും ആദ്യം വരുന്നത് കാര്യമാണ്. നമ്മൾ ഉറങ്ങാതിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ആദ്യം തന്നെ ഒരു അരമണിക്കൂറിൽ നമ്മൾ ഉറങ്ങും. അത് ഉറങ്ങാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുമില്ല. അത് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കേസായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നതുകൊണ്ട് കൂടിയാണെന്ന് ഞാൻ തോന്നുന്നു. ഏതായാലും അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ മൊബൈലോ മറ്റ് നമുക്ക് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണെങ്കിൽ പോലും നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനൊന്നും അനുവാദമില്ല. ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്ന റൂമിന് റണ്ണിങ് റൂം എന്നാണ് പറയുക. അത് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ ഉറങ്ങിക്കൊള്ളണം എന്നാണ് നിയമം. അവിടെ ആ സമയത്ത് നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ചാർജ് ഷീറ്റ് തരും. കാരണം റെയിൽവേ പറയുന്നത് ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കുറയും. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ പലവരും പരാതി പോലും പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ളവരും മറ്റു നാട്ടുകാരും ഒക്കെ ഒരുപാട് പരാതി പറയുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രശ്നം ഇത് തന്നെയാണ്. മൊബൈൽ ഇതുണ്ടാവില്ല. പിന്നെ സാമൂഹികമായ ജീവിതം തീർത്തും ഇല്ലാതാവും. നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ പോലും പോകാൻ പറ്റില്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റിക്കോണമെന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ പങ്കെടുക്കാൻ പറ്റുമെന്ന് അവരോടെല്ലാം ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിലും, നിയാസിനോടടക്കം ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം വരെ, മിനിഞ്ഞാന്ന് വരെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല വരാൻ പറ്റുമെന്ന്. അപ്പോൾ അത്ര ഒരു അനിശ്ചിതത്വം നിറഞ്ഞ ജോലിയാണ്. അനിശ്ചിതത്വമാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി അതാണെന്ന് തോന്നുന്നു, ആ ജീവിതത്തിലെ അനിശ്ചിതത്വം. ഭവദാസിലേക്ക് വരികയാണെങ്കിൽ, മാഷ് ഈ പുസ്തകത്തിൽ വലിയൊരു പുസ്തകമാണ് കാശികം എന്ന് പറയുന്നത്. അത് സാധാരണ ആളുകളുടെ ഒരു ചിന്താതലത്തിൻ്റെ അപ്പുറത്തുള്ള വളരെ ആഴത്തിലുള്ള ആത്മീയ അന്വേഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ ഒരു സമാഹാരമാണത്. അതിൽ അങ്ങ് കാശിയിൽ പോയിട്ട് അനുഭവിച്ച ഒരു മനുഷ്യൻ അഘോരിയാവുന്നതിന് മുമ്പ് 4 ഘട്ടങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ കാശികം, ശ്മശാനികം, ശവഭക്ഷിതം, മഹാദൈവതം എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ അങ്ങ് അതിലൂടെ കടന്നുപോയി എന്നും പറയുന്നുണ്ട്. പൊതുവെ നമ്മളുടെ ഒരു മീഡിയയിൽ അഭിരമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാവരുടെയും ഒരു ധാരണയാണ് അഘോരികൾ അല്ലെങ്കിൽ ചില ആളുകൾ ശവം അല്ലെങ്കിൽ മൃതദേഹം ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ശ്മശാനത്തിൽ താമസിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ആത്മീയ തലം അല്ലെങ്കിൽ ചിന്താതലം എന്താണ്? എന്തുകൊണ്ടാണ് ആളുകൾ ശ്മശാനത്തിൽ താമസിക്കുകയും ഈ ശവം ഭക്ഷിക്കുകയും ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഒരു സഭാമധ്യത്തിൽ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആത്യന്തികമായിട്ട് കുറച്ച് ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏറ്റവും വെറുക്കണം എന്നോ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇതിനെല്ലാം നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും വിരക്തി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സംതൃപ്തി എന്ന് പറയുന്നത്. നമുക്ക് വേറെ എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണമാവില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. മതി, എനിക്കത് മതി, പിന്നീട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. മതി എന്ന് പറഞ്ഞതിന് ശേഷം അത് തൃപ്തിയാണ്, അതൊരു സംതൃപ്തിയാണ്. ഈ തൃപ്തി മനുഷ്യന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ വിഷയത്തിലേക്കും മനുഷ്യൻ അവൻ്റെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം ഒരു മനസ്സിന് വിരാഗം വരണം, അല്ലെങ്കിൽ വിരക്തി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ടായത് കൊണ്ട് മാത്രം വിരക്തി ഉണ്ടാവണം എന്നില്ല. പലർക്കും അറിവുണ്ട്, ശാസ്ത്രജ്ഞാനമുണ്ട്, അറിവുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും അതുപോലെ തന്നെ അവരവരുടെ ആവശ്യങ്ങളിലേക്കും അവരവരുടെ താല്പര്യങ്ങളിലേക്കും മനസ്സ് ചാഞ്ചാടി പോകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അത്തരമൊരു മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയെടുത്താൽ മാത്രമേ ഹിമാലയ പര്യന്തോളം എത്തുന്ന കൈലാസത്തിൻ്റെ പൂർണ്ണ ദർശനം അമൃതബിന്ദുവിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ അതിനെ വരിക്കാൻ സാധിക്കൂ എന്നുള്ളതിൻ്റെ
പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനകളാണ് ശവഭക്ഷിതവും, അതുപോലെ നിശാചാരം, അതുപോലെ നദീതീരത്തുള്ള സഞ്ചാരം. പക്ഷെ അതൊക്കെ ഒരുപാട് പല ഗുരുക്കന്മാരും പല രീതിയിലായിരിക്കും അത് നമ്മളെ പരീക്ഷിക്കുക. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഈ അഘോരം പഠിക്കാനായിട്ട് പോകുന്ന പലർക്കും പറ്റുന്നൊരു പ്രശ്നം, ഈ ഗുരുക്കന്മാർ അവരെ വളരെയധികം ചൂഷണം ചെയ്യപ്പെടും. നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ജീവിതം പിന്നീട് നോക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മൾ പുറമേയുള്ള ആൾക്കാർ പറയുന്നത്, ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ ആപത്താണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ വെച്ചിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അഘോരി എന്നും പറഞ്ഞ് ഇതിൽ യുവത്വത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമാണ്. ആ താല്പര്യത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അത് ചൂഷണം ചെയ്യാൻ അതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അത് കാമാഖ്യയിൽ പോകുന്ന സമയത്തൊക്കെ ഞാനത് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ചില ഭാഗ്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. എന്താണ് ചൂഷണം? കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താണ് ചൂഷണം? എങ്ങനെയൊക്കെയാണ് ചൂഷണം? എങ്ങനെയും നമ്മുടെ മനസ്സിനെ ഒരു പ്രാവശ്യം നമ്മൾ വിശ്വാസത്തിലേക്ക് ആഴ്ന്നിറക്കി കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക എളുപ്പമല്ല. ആ മനസ്സിനെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് നമുക്ക് ചാഞ്ചാടാൻ പറ്റും. ഒരു മനുഷ്യനെ നമുക്ക് വ്യക്തമായിട്ട് ചിന്താധാരണകൾ അല്ലെങ്കിൽ ചിന്താധാരകൾ, വ്യക്തമായ ചിന്താധാരകളും പ്രബുദ്ധതയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയും കർമ്മവും എല്ലാം നിർമ്മലമായിരിക്കണം. ഇത് ഇത്തരം വിഷയങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഇതിൻ്റെ സാധനാ പന്താവിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച ജപമോ മറ്റ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ ശ്മശാനത്തിലിരുന്നു കൊണ്ടുള്ളൊരു ജപമുണ്ട്. ഈ ഒരു വാചിതങ്ങളുണ്ട്. ഓരോ വാക്കുകളും എടുത്ത് പ്രയോഗിക്കുന്ന സമയത്ത് മെൻ്റലി ചിലപ്പോൾ ഡൗണായി പോകുന്ന ചില സംഭവങ്ങളുണ്ട്. അന്നേരം നമ്മുടെ മനസ്സ് ഒരു പ്രാവശ്യമൊക്കെ പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് തിരിച്ച് കിട്ടില്ല. മനസ്സെന്ന് പറയുന്ന പരവാഹനത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര കണ്ട് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ പലരും ശാസ്ത്രാധ്യയനം ചെയ്ത് ശാസ്ത്രജ്ഞാനമുള്ളവരാണ്, ശാസ്ത്രത്തെപ്പറ്റി അറിവുള്ളവരാണ്. പക്ഷേ അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇപ്പം നമുക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല, പക്ഷെ ബാക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, A to Z വിഷയങ്ങൾ അറിയാം. പക്ഷെ അത് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയില്ലല്ലോ. സിയാഫിനോടാണ്. ഇപ്പോൾ ചില അവസരങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും നിസ്സഹായരായ മനുഷ്യരായി ട്രെയിൻ ഡ്രൈവർമാർ മാറാറുണ്ട്. മറ്റ് ഒരു ഡ്രൈവർമാർക്കും ഇല്ലാത്ത ഒരു നിസ്സഹായത അവർക്കുണ്ടാവാറുണ്ട്. നിങ്ങളുടെ മുന്നിൽ എത്തുന്ന മരണത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും അവരെ സേവ് ചെയ്യാൻ പറ്റാത്ത അവസരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം നേരത്തെ പറഞ്ഞു ട്രോമകൾ, ഇത്തരം ട്രോമകളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പരിശീലനം ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നത്? ട്രോമകളുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്താണെന്ന് അതിൽ ആങ്കർ ചോദിച്ചിരുന്നു. ശരിക്കും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളാണല്ലോ നമ്മൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ. മറക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം പല അനുഭവങ്ങളുണ്ട്. അതാണ് ഞാൻ പുസ്തകത്തിലാക്കിയിരിക്കുന്നത്. അതിലൊന്നാണ് ഒരു കുഞ്ഞിൻ്റെ മരണം. ആ കുഞ്ഞ് ട്രാക്കിൽ നിന്ന്, അത് ആന്ധ്രയിൽ നിന്നോ ബീഹാറിൽ നിന്നോ അവിടെ നിന്നോ ഇങ്ങോട്ട് വന്നിരുന്ന കൂലിപ്പണിക്കാരുടെ കുട്ടിയായിരുന്നു. ആ കുട്ടി മഴക്കാലമാകുമ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഈ മലഞ്ചെരുവുകളിലൊക്കെ ധാരാളം ഭംഗിയുള്ള പൂക്കളുണ്ടാവും, കാട്ടുപൂക്കൾ. അത് നമ്മൾ തോട്ടത്തിൽ വളർത്തുന്ന പൂക്കളടക്കം ഉണ്ടാവാറുണ്ട്. കാശിത്തുമ്പയും നിത്യകല്യാണിയും അങ്ങനെയുള്ള ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ അതിൽ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. 120 കിലോമീറ്റർ സ്പീഡ്, അന്ന് 110 ഉള്ളൂ. 120 കിലോമീറ്റർ സ്പീഡ് ആണ് ഞങ്ങളുടെ റെയിൽവേയിലെ ഇപ്പോഴത്തെ മാക്സിമം പെർമിസീവ് സ്പീഡ്. അപ്പോൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ വിസിബിലിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 100-200 മീറ്റർ വളവായിരുന്നു. ആ വളവിന് ശേഷം ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഇടിച്ച് ആ കുട്ടി മരിച്ചുപോയി. വണ്ടി നമുക്ക് നിർത്തിയപ്പോഴത്തേക്ക് കുട്ടി പാസ്സായി. അപ്പോൾ അത് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കരമായി ട്രോമയിൽ ആഴ്ത്തുന്നുണ്ട്. ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എൻ്റെ ഏക മാർഗ്ഗം എഴുത്ത് തന്നെയാണ്. എഴുത്തിലൂടെയാണ് ഞാനതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിക്കൊണ്ട് വരുന്നത്. സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ നിയാസിനോടൊരു ചോദ്യം ചോദിച്ച് നിങ്ങളിലേക്ക് മൈക്ക് കൈമാറാം. നിയാസിനോട് ചോദിക്കാനുള്ളത്, വിനുവിനോടൊപ്പം നിയാസ് ഇതിന് പോയിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിയാസ് അതിനെ നേരിട്ടത്? നിയാസിൻ്റെ അനുഭവം എന്തായിരുന്നു വിനുവെ ഒത്ത് പോയപ്പോൾ?
ഈ പറഞ്ഞ പോലുള്ള പലതരം മാനസികാവസ്ഥകളിലൂടെ ആണ് ഞാനും കടന്നുപോയത്. കാരണം അദ്ദേഹം ആദ്യം ഒരു വീഡിയോ കണ്ടിട്ടാണ്, ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ സാറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഞാൻ വിനുവിനെ ആദ്യമായിട്ട് തേടി ചെല്ലുന്നത്. അപ്പോൾ ഇത് കണ്ട ഉടനെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഇത്തരം തീവ്രമായിട്ടുള്ള അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനെ കെട്ടിപ്പിടിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ പുള്ളീനെ കൈ നീട്ടിയപ്പോൾ ഷെയ്ക്കാൻ പോലും തന്നില്ല പുള്ളി. ഞാൻ മൃതദേഹം എടുത്തിട്ട് വരണതാണ് സാറേ, എന്നെ തൊടണ്ട എന്ന് പറയും. അങ്ങനെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന. എന്നിട്ട് ഞാൻ ഒരു വർഷം നടന്നപ്പോഴൊന്നും ഇതുവരെയായിട്ടും പുള്ളീനെ കെട്ടിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. തോളത്ത് കൈയിടും അല്ലെങ്കിൽ ഷെയ്ക്കാൻ്റെ തരും, അതും പണി ഇല്ലാത്തപ്പോൾ സമയത്താണെങ്കിൽ മാത്രം. അപ്പോൾ പലതരത്തിലുള്ള, ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ പോലും സാധാരണ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള നമുക്കും ഒരു മടിയൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇപ്പോൾ ആദ്യ കാലത്തൊക്കെ പുള്ളി എടുക്കുന്ന മൃതദേഹങ്ങളുടെ ഫോട്ടോ രാത്രി, ഇപ്പോൾ പാതിരാത്രിയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 2 മണിക്ക് 3 മണിക്ക് നമ്മൾ ഉറക്കമില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും മൊബൈലടിക്കും. നമ്മൾ നോക്കുമ്പോൾ ഈ ഫോട്ടോ ആണ് എടുക്കുന്നത്. അത് നമ്മൾ നെഗറ്റിവിറ്റി ആക്കാൻ വേണ്ടിയിട്ട് തരുന്നതല്ല. ഞാനൊരു മീഡിയക്കാരനായതുകൊണ്ട് ഈ മൃതദേഹത്തെ തിരിച്ചറിയാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി എന്നോട് പറയുന്നത് ഈ മൃതദേഹം. അപ്പോൾ എൻ്റെ വിചാരം, നമ്മൾ ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കോ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണല്ലോ നമ്മുടെ ഒരു വിചാരം. അപ്പോൾ ഈ അടുത്ത്, അതായത് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒരുപാട് മൃതദേഹങ്ങളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരികയും അതൊന്നും ആദ്യം എനിക്ക് പ്രശ്നമാണെങ്കിലും പിന്നീട് അതൊരു പ്രശ്നമല്ലാതാവുകയും, ഇതെല്ലാം ജീവിതത്തിൻ്റെ, അദ്ദേഹം പറഞ്ഞ പോലെ ഈ കാശിയെപ്പറ്റി പറയുന്ന പോലെ, കാശി എന്ന മഹാശ്മശാനം എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതം അവസാനം മരണമാണ് നിത്യസത്യം എന്നുള്ള ഇത് നമ്മളത് അംഗീകരിക്കുകയും അതിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോഴൊന്നും ഈ പറഞ്ഞ മൃതദേഹങ്ങളൊന്നും എൻ്റെ ആരുമായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്ന രാത്രി 2 മണിക്ക് തന്ന ഒരു മൃതദേഹം എൻ്റെ കൂടെ 5 വർഷം പഠിച്ച ഒരു കൂട്ടുകാരൻ്റേതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഇനി ഒരു തരത്തിൽ ഈ നമ്മുടെ ഈ പാനലിൽ മരണം കൊണ്ട് കണക്ട് ചെയ്ത 3 പേരാണ്. ഇദ്ദേഹത്തെ തേടി മരണം, ഇങ്ങേർക്ക് ഒരു താല്പര്യമില്ലായിട്ടും പുള്ളീനെ തേടി മരണം എത്തുന്നു. അദ്ദേഹം മരിച്ച മഹാശ്മശാനത്തിലേക്ക് സത്യം അന്വേഷിച്ച് പോകുന്നു. വിനു ആണെങ്കിൽ മരിച്ചവരെ തേടി പോകുന്നു. അത്തരം ഒരു പാനലാണ് നമ്മുടെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീ ഭാവദാസിനോട് പറയുകയുണ്ടായി, ശരിയായ ഗുരുവിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ ഒട്ടനവധി ചൂഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ മോഡറേറ്റർ ചോദിച്ചു, എന്താണ് ചൂഷണം? അദ്ദേഹം എന്തോ വിവരിച്ചെങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്താണ് ചൂഷണം എന്ന്. അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിൽ, നമ്മൾ ഒരു സന്യാസത്തിന് പോകുമ്പോൾ ശരിയായ ഗുരുവിനെയല്ല കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചൂഷണമാണ് മറ്റുള്ളവർ നേരിടേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. പിന്നെ സാർ സിയാഫ് അബ്ദുൾ ഖാദർ, അദ്ദേഹം നേരിടുന്ന ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏത് ജോലിക്കും അതിൻ്റേതായ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് ഉണ്ടാവും. ആ ജോലിക്ക് മാത്രമല്ല, പ്ലെയിൻ പറത്തുന്ന ആൾക്കും അതിനേക്കാൾ ദുരിതം KSRTC ഡ്രൈവർമാർക്കുമാണ്. കാരണം അവർക്ക് ഇവിടെ നിന്ന് പറപ്പിച്ച് ചെന്ന് വിശ്രമിക്കാനേ സമയമില്ല. ഈ റോഡിലൂടെ കടന്നു പോകണം. ഒരു ട്രെയിൻ മുട്ടിയാൽ, ഒരാളുടെ മേത്ത് ട്രെയിൻ മുട്ടിയാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രെയിൻ ഓടിച്ച ആൾക്കെതിരെ ഒരു FIR ഇല്ല. പക്ഷേ ഒരു KSRTC ഡ്രൈവറുടെ കാര്യം അതല്ല. അപ്പോൾ ഈ ഒരു ഒക്യുപ്പേഷണൽ ഹസാർഡ്സ് എല്ലാ ജോലിക്കും ഉണ്ട്. കണ്ടക്ടർക്ക് പറയാം, ഒരു ടീച്ചറോട് ചോദിച്ചാൽ പറയാം. അതിലുപരി ഒരു പ്രയാസം അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഭൗതികതയിൽ ലൗകികതയിൽ നമുക്ക് ജീവിക്കാനാണ് നമുക്ക് പഠനം. ഇതെന്ന് പറയുമ്പോൾ, ആത്മീയത എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസമാണ്. വിശ്വാസം മനസ്സിൻ്റെ ഉള്ളറകളിലാണ് സഞ്ചരിക്കുന്നത്. ഒരിക്കൽ വിശ്വസിക്കപ്പെട്ടു പോയാൽ, ഒരിക്കൽ അജ്ഞാനമായ അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്തോ മനസ്സിൽ ഒരിക്കൽ പതിഞ്ഞു പോയാൽ അതിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് സാരം. ആധുനിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് തെറ്റു പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷെ മറ്റൊരു അധ്യാപകനെ കൊണ്ട് തിരുത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ നമുക്കറിയാം, മനസ്സിന് ആഴ്ന്ന തലങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാളും ആഴ്ന്ന തലം മനസ്സിനുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൻ്റെ അന്തരിന്ദ്രിയങ്ങളിലേക്ക് ഒരു കാര്യമെല്ലാം, നമ്മുടെ ഒരു അനാവശ്യ കാര്യങ്ങളെല്ലാം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് കാണുന്ന ഒരു ഭൂരിഭാഗം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അവരനുഭവിച്ച പല തിക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ തെറ്റായിട്ടുള്ളത് എന്താണോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും ആ ജീവിതത്തെ താറുമാറാക്കി കളയും. പിന്നൊരു കാര്യം ആത്മീയതയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഞാൻ ഒരു ഗുരുവിനെയും തെറ്റു പറയില്ല, എൻ്റെ ഗുരുവിനെയല്ല, ഞാൻ ഒരു ഗുരുവിനെയും തെറ്റു പറയില്ല. നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാത്രമേ ആത്മീയതയിൽ നിങ്ങൾ ഗുരുവിനെ കിട്ടുകയുള്ളൂ. എനിക്ക് നല്ല ഗുരുവിനെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അത്രയേ യോഗ്യതയേ ഉള്ളൂ എന്നുള്ളത്. നമുക്കത്രയേ യോഗ്യതയേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ര ഒരു ഗുരുവിനെ കിട്ടിയെന്നാൽ എനിക്ക് നല്ല ഗുരുവിനെ കിട്ടി. നല്ല ഗുരു ചീത്ത ഗുരു എന്നുള്ളതില്ല. വാസ്തവത്തിൽ ഗുരു എന്നതൊരു സത്യമാണ്. ഗുരു നമുക്ക് നേർവഴി കാട്ടുന്നൊരു വ്യക്തിയാണ്. ഓക്യുപ്പേഷണൽ ഹസാർഡ്സ് എന്ന് സാറ് പറഞ്ഞു. ശരിയാണ്. ഞാൻ എൻ്റെ ജോലി ക്കാളും ധാരാളം ഓക്യുപ്പേഷണൽ ഹസാർഡ്സ് ഉള്ള മറ്റ് ജോലികളുണ്ടാകും. KSRTC ഡ്രൈവറുടെ അടക്കം. ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു KSRTC ഡ്രൈവറുടെ ജീവിതകാലത്തിൻ്റെ മൊത്തം സർവീസിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ ആയിരിക്കും അയാൾ ഇത്തരത്തിലുള്ള ഒരു അപകടത്തെ നേരിടുക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ മരണങ്ങൾ നേരിടുന്നുണ്ട്, അപകടങ്ങൾ നേരിടുന്നുണ്ട്, മറ്റ് ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ശരിക്കും നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ട്രോമയും മറ്റ് കാര്യങ്ങളും മനസ്സിലാവൂ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, എല്ലാ ജോലിയിലും അദ്ദേഹം പറഞ്ഞ പോലെ ഓക്യുപ്പേഷണൽ ഹസാർഡ് ഉണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും നിസ്സഹായനായ വ്യക്തി എന്ന് പറയുന്നത് KSRTC ഡ്രൈവർ ആണെങ്കിലും മറ്റെന്ത് ഡ്രൈവർ ആണെങ്കിലും ശരി, നമുക്ക് അത്ര ദൂരെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റും, ആ അപകടം മരണം ഒഴിവാക്കാൻ പറ്റും. പല അവസരങ്ങളിലും ഒരു 80% അവസരങ്ങളിലും ഒഴിവാക്കാൻ പറ്റും. ബാക്കിയുള്ള മാത്രമേ നമുക്ക് കയ്യിൽ നിന്ന് പോവുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ ജോലിയിലും ഇത്തരം ഹസാർഡുകളുണ്ട്. അത്തരം ജോലിക്കാരെല്ലാവരും ഇപ്പോൾ KSRTC ഡ്രൈവർ ആണെങ്കിലും മറ്റ് എന്ത് പറമ്പിൽ പണിയുന്ന ആളാണെങ്കിലും അത്തരം ആളുകളെല്ലാം ഇതുപോലുള്ള ആത്മകഥകൾ സ്വന്തം ജീവിതം എഴുതട്ടെ. അങ്ങനെ നമ്മുടെ ഈ ആത്മകഥാ സാഹിത്യത്തിലൂടെ മലയാള സാഹിത്യം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശ്രീ ഭവദാസിനും ശ്രീ സിയാഫിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.